പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പെൻഷനെ കുറിച്ച് 5 കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെ കുറിച്ച് പറയാനാണ്. നമുക്കറിയാം, ഈ മാസം 30 വരെയാണ് മസ്റ്ററിങ് കാലാവധി. അത് ചെയ്തവർക്ക് മാത്രമേ ഇനി മുതൽ അങ്ങോട്ട് ഈ ഓണം വരെ എല്ലാ ജനങ്ങൾക്കും കിട്ടിക്കാണും. ഓണം വരെ എല്ലാ ജനങ്ങൾക്കും കിട്ടിക്കാണുന്നല്ല കിട്ടി. ഇനി മുതൽ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഇങ്ങനെയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്തവർ അറിയട്ടെ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മസ്റ്ററിങ് ചെയ്തവർ കമൻറ്റ് ചെയ്യുക. ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് പോയി ചെയ്യുക. അതല്ല, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക വീഡിയോയിൽ. അപ്പോൾ എനിക്കൊരു പ്രചോദനമാവും. ഞാൻ എന്തായാലും മസ്റ്ററിങ് ചെയ്തു, നേരത്തെ പോയി ചെയ്തു. ഞാൻ നിങ്ങളെ പോലെയൊക്കെ തന്നെ നടക്കില്ല, വീൽ ചെയറിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പോയി ചെയ്തു. ഈ ചെയ്യാത്തവർ ഈ മാസം 30 വരെ ഉണ്ട്. ഇനി ഒക്ടോബർ കഴിഞ്ഞുള്ള 62 ലക്ഷം വരുന്ന ആളുകൾക്ക് മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് ഇനി കിട്ടില്ല. താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യും അവരെ. മസ്റ്ററിങ് ചെയ്യാത്തവരെ ഈ മാസം 30 കഴിഞ്ഞ് പിന്നെ ഒക്ടോബർ വരെ ഉള്ള പെൻഷൻ പിന്നെ കിട്ടില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ചെയ്തില്ല എന്നോർത്ത് കുഴപ്പമില്ല. പിന്നെ 1-ാം തീയതി തൊട്ട്, എല്ലാ മാസം 1-ാം തീയതി തൊട്ട് 20-ാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള ടൈമുണ്ട്. പക്ഷേ ആ മസ്റ്ററിങ് ചെയ്ത ആ മാസത്തെ കിട്ടില്ല. പിറ്റേ മാസം തുടങ്ങിയാണ് നിങ്ങൾക്ക് പെൻഷൻ കിട്ടി തുടങ്ങുള്ളൂ. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ സർക്കാർ കർശന നിർദ്ദേശമാണ്, നിയമങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വീട് കയറി പരിശോധന, അതുപോലെ മസ്റ്ററിങ് ചെയ്യാത്തവർ പട്ടികയിൽ നിന്ന് പുറത്താവും. അതുപോലെ മരണപ്പെട്ടവരുടെ പേരിലുള്ള ക്ഷേമ പെൻഷൻ അനധികൃതമായി ആരെങ്കിലും മേടിക്കണ്ടോ എന്നൊക്കെയാണ് വീട് കയറി പരിശോധന. പിന്നെ 1300 സ്ക്വയർ ഫീറ്റ് കൂടുതലുള്ള വീട്, 2 വീടുകളുള്ള ജനങ്ങൾ, അതുപോലെ 1 ലക്ഷം മാസം 1 ലക്ഷം രൂപ കൂടുതൽ വരുമാനമുള്ളവർ, ഒരു വീട്ടിൽ 2 പേർക്ക് സർക്കാർ ജോലി ഉണ്ടോ എന്നൊക്കെയാണ് പരിശോധിക്കുന്നത്. പിന്നെ മരിച്ചുപോയവരുടെ പെൻഷൻ ആരെങ്കിലും അനാവശ്യമായിട്ട് വാങ്ങിച്ചെടുക്കണ്ടോ എന്നൊക്കെയാണ് വീട് പരിശോധനയിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ 2 വാഹനങ്ങളുള്ളവർ, അതല്ല പേഴ്സണൽ ആവശ്യങ്ങൾക്കല്ലാണ്ട് വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നവർ, അതുപോലെ 2 വീടുകളുള്ള ആളുകൾ, 1 വീട് വാടകയ്ക്ക് കൊടുക്കുന്നത്, അങ്ങനെയുള്ള ജനങ്ങൾക്കൊക്കെ പെൻഷൻ ഇനി മുതൽ കിട്ടില്ല. പിന്നെ 48 സെൻറ്റിൽ കൂടുതൽ സ്ഥലം ഉള്ളവർ, അതൊരു വീട്ടിൽ നിന്ന് ആദായമുള്ളവർ, അവർക്കൊന്നും ഇനി പെൻഷൻ കിട്ടില്ല. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. മസ്റ്ററിങ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് പോയി മസ്റ്ററിങ് ചെയ്യേണ്ടതാണ്. സർക്കാർ സാമ്പത്തിക നെരുക്കത്തിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കഴിവതും ആൾക്കാർ പുറത്താക്കാനാണ് സർക്കാർ നോക്കുള്ളൂ. അപ്പം നിയമങ്ങൾ പാലിച്ച് എല്ലാവരും മുന്നോട്ട് പോവുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട പെൻഷനെ പറ്റിയുള്ള 5 കാര്യങ്ങളാണ്. 5 കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്.
അത് ഞെക്കിയ ഫുൾ വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ചാനലിൽ കയറി എൻ്റെ ഫുൾ വീഡിയോ കാണുക. എന്നിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന 5 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതല്ല നിങ്ങളുടെ പെൻഷനോ ഒരു പെൻഷനല്ല തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടേക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഷോർട്ട് വീഡിയോ